നമുക്ക് തെങ്കാശിയിലോട്ടൊന്ന് പോയാൽ തെങ്കാശിയിൽ ജയശങ്കറുണ്ട്. ജയശങ്കർ, എങ്ങനെയാണ് തെങ്കാശിയിൽ? രാവിലെ ചെറിയ തിരക്കൊക്കെ ഉള്ളതായിട്ട് കണ്ടു. ഇപ്പോൾ തിരക്ക് അതേപടി നിൽക്കുന്നുണ്ടോ അതോ തിരക്കൊന്ന് ഒഴിഞ്ഞോ? ജയശങ്കർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. എന്തായാലും തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് ആവേശം അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുകയാണ്. തെങ്കാശി മണ്ഡലത്തിലെ 7th ഡേ സ്കൂളിലാണ് നമ്മൾ നിലവിലുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വനിതാ വോട്ടർമാരാണ് ഇപ്പോൾ നീണ്ട നിരയായി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി 7th ഡേ സ്കൂളിലെ 222 നമ്പർ ബൂത്തിൽ ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. രാവിലെ മുതൽ നമ്മൾ വിവിധ ഈ തെങ്കാശി മണ്ഡലത്തിലെയും അടുത്തുള്ള മണ്ഡലങ്ങളിലെയൊക്കെ വിവിധ ബൂത്തുകളിൽ സഞ്ചരിച്ചു. ആ ഘട്ടത്തിലൊക്കെ തന്നെ എല്ലാ ബൂത്തുകളിലും രാവിലെ മുതൽ നിറയെ ആളുകളെയാണ് നമുക്ക് കാണാനായത്. 100 വരെ ആളുകളെ കണ്ട ബൂത്തുകളുണ്ടായിരുന്നു. ഈ തുടക്കത്തിലൊക്കെ രാവിലെ തന്നെ ജോലിയൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ളൊരു താല്പര്യത്തിലാണ് ആളുകൾ രാവിലെ കുത്തനെ ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത്. എന്തായാലും പോളിംഗ് പെർസെൻറ്റേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാനുണ്ട്. നിലവിൽ ഈ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം പരിശോധിച്ചാൽ നിലവിൽ കോൺഗ്രസിന് സിറ്റിംഗ് MLA ഉള്ള മണ്ഡലമാണ്. ഇത്തവണ ആ മുന്നണിയെ സംബന്ധിച്ച് DMK കോൺഗ്രസ് മുന്നണിയെ സംബന്ധിച്ച് മണ്ഡലം നിലനിർത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ADMK ആണ് ഇവിടുത്തെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത്. ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്നൊരു നിലപാടിലാണ് ADMK ഉള്ളത്. ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് പല ഘട്ടങ്ങളിലും പല മുന്നണികളെ പിന്തുണച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ തെങ്കാശി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പോരാട്ടം ഇത്തവണ ഉണ്ട്. എന്തായാലും அண்ணா எவ்வளோ போலிங் எல்லாம் ஆச்சு இப்போ? 222 தென்காசி சட்டமன்ற தொகுதி. இங்கே 2 பூத் செயல்படுது 7th டே ஸ்கூலில். இது 47ஆம் நம்பர் பூத்து. 47ல் பார்த்தீங்கன்னா மொத்தம் 871 ஓட்டர்ஸ் இருக்காங்க. இதில் எவ்வளோ இருக்குது போலிங்? 47ஆம் பூத்தில் மட்டும் 871. அதில் வந்து 143 ஓட்டு போலிங் ஆகிருக்கு. இது வந்து 16%. அதுக்கு அடுத்து 2வது பூத்து வந்து 48. இந்த 48ல் வந்து 878 பேர் ஓட்டர்ஸ் இருக்காங்க. இது வரைக்கும் 100 ஓட்டர்ஸ் பதிவாயிருக்கு. ஆண்கள் 50, பெண்கள் 50. பொதுவாக தெங்காசி எவ்வளோ ஆச்சு தெரியும்? அது மொத்தம் வந்து 1.5 லட்சத்துக்கும் மேலே இருக்கிறோம். நான் அந்த 2 பூத் மட்டும் தான் பார்த்துட்டு இருக்கிறேன். ஆர்வமாக மக்கள் வந்து வாக்களிக்க வந்திருக்காங்க. ரொம்ப பேர் ராவிலே முதல்ல வராங்க. ஆண்களும் பெண்களும் காலையில் முதல்ல ஆளுங்க எங்கே வராங்க? വയസ്സാനവങ്ങളും കൂടെ വെയിലെ പൊരുപ്പെടുത്താமல் நிறைய പേര് വന്നിരിക്കാங்க. എന്തായാലും ഡോക്ടർ അരുൺ അതുതന്നെയാണ് പറയുന്നത്. രാവിലെ മുതൽ നിരവധി ആളുകൾ വരുന്നുണ്ട്. ഈ പോളിംഗ് പെർസെൻറ്റേജ് ഒക്കെ വലിയ തോതിൽ ഉയർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടുത്തെ ഒരു ബൂത്ത് ഏജൻറ്റ് കൂടിയാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും വലിയ പോരാട്ടം, ഒരു തെരഞ്ഞെടുപ്പ് ചൂട് തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പിലുണ്ട്. തെങ്കാശി മേഖലയിലും അത് വലിയ ശക്തമാണ്. ആളുകൾ എന്തായാലും തെരഞ്ഞെടുപ്പിനോട് പോസിറ്റീവായി തന്നെ തമിഴ്നാട്ടിലും പ്രതികരിക്കുന്നു എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തെ സംബന്ധിച്ച്.